ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. കേട്ടിട്ട് കാറ്റഗറി 2 സൈക്കോളജി ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ. നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഇത്തവണ നമുക്ക് സൈക്കോളജി ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി 1നും നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അത്ര തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് K2നും വന്നിട്ടുള്ളത്. അതിൽ 2-3 ചോദ്യങ്ങൾ മാത്രം ഒരു ഇച്ചിരി കുഴപ്പിച്ചിട്ടുണ്ടാവും. അതർവൈസ് ബാക്കി എല്ലാം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഫ്രോയിഡിന്റെ ഘടനാ മാതൃകയിൽ അഹം പ്രവർത്തിക്കുന്നത് ഇനി പറയുന്നവ അനുസരിച്ചാണ്. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോയാണ്. ഈഗോ വർക്ക് ചെയ്യുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, യഥാർത്ഥ തത്വം. ഈ റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ആര് വർക്ക് ചെയ്യുന്നത്? അഹം വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, സാമൂഹികമായി അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ അഭിലഷണീയമായ വഴികളിലൂടെ തിരിച്ചുവിടുന്ന പ്രക്രിയ. അല്ലെ, സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നേടണം എന്നുള്ളത് സമൂഹം അംഗീകരിക്കുന്ന മറ്റൊരു വഴിയിൽ കൂടെ നമ്മൾ തിരിച്ചുവിടുന്നു. ഇത് നമ്മൾ പഠിച്ചത് എവിടെയാണ്? സബ്ലിമേഷൻ, അല്ലെ, ഉദാത്തീകരണം എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാനം കണ്ടുപിടിക്കാനുള്ള ശരിയായ സൂത്രവാക്യം, IQ കാണാനായിട്ടുള്ള ഇക്വേഷൻ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, അല്ലെ, IQ = MA/CA × 100. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, തുടർച്ചയായ മൂല്യനിർണയത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മെയിൻ ഫോക്കസ് എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? വിദ്യാർത്ഥികളെ റാങ്കിങ് ചെയ്യുക, വിദ്യാർത്ഥികളെ പഠനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക, വസ്തുതകൾ മാത്രം ഓർമ്മിപ്പിക്കുക, മൂല്യനിർണയമില്ലാതെ പഠിപ്പിക്കൽ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടി ഒരു ഫോൺ നമ്പർ പലതവണ ആവർത്തിച്ചു പറഞ്ഞ് ഓർമ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? പലതവണ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഏതാണ്? ഓർഗനൈസേഷൻ, എലാബറേഷൻ, റിഹേഴ്സൽ, ഡിസ്കവറി, ലേണിംഗ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, റിഹേഴ്സൽ ആണ് കുട്ടി അവിടെ ചെയ്യുന്നത്, പലതവണ ആവർത്തിക്കുന്നു. ആറാമത്തെ ചോദ്യം, ഹവാർഡ് ഗാർഡനറുടെ അഭിപ്രായത്തിൽ ഒരുവന് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കുക വഴി അവരുമായി നല്ലതുപോലെ ഇടപഴകുവാൻ സാധിക്കുന്ന ബുദ്ധിശക്തി. ഇതേ ഒരു ബുദ്ധിശക്തിനെ പറ്റിയിട്ട് തന്നെയാണ് K1ലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, അല്ലെ, വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് വരുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു, അവരുമായി കൂട്ടുകൂടുന്നു. ദാറ്റ് ഈസ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 7th ക്വസ്റ്റ്യൻ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന വിഭാഗത്തിൽ വൈകല്യമായി കണക്കിലെടുക്കാത്തത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറെ തരത്തിലുള്ള കുട്ടികളുണ്ട്, അതില് വൈകല്യമായി കണക്കിലെടുക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് ഏതാണ്? കാഴ്ച വൈകല്യം, കേൾവി വൈകല്യം, വൈകാരിക അസ്വസ്ഥത, ഉയർന്ന അക്കാദമിക നേട്ടം. ഇതില് വൈകല്യമായി കണക്കിലെടുക്കാത്തത് ഓപ്ഷൻ ഡി ആണ്, അല്ലെ, ഹൈ അക്കാദമിക് അച്ചീവ്മെന്റ്. 8ാമത്തെ ചോദ്യം, WAIS എന്തിനുള്ള ഉദാഹരണമാണ്? വെയ്സ് എന്ന് പറയുന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? വ്യക്തിത്വ പരീക്ഷ, ബുദ്ധി പരീക്ഷ, അഭിരുചി പരീക്ഷ, മനോഭാവ പരീക്ഷ. വെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ രൂപം അറിയുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും, അല്ലെ. വെയ്സ് എന്ന് പറയുന്നത് എന്താണ്? വെഷ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിലാണ്. ഇന്റലിജൻസ്, ബുദ്ധി പരീക്ഷിക്കാനായിട്ടുള്ള ഒരു സ്കെയിലാണ് വെയ്സ് എന്ന് പറയുന്നത്. WAIS, വെയ്സ്. അപ്പോ 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 9th ക്വസ്റ്റ്യൻ, കാഴ്ച പരിമിതിയുള്ള കുട്ടികളിൽ സർഗാത്മകത വളർത്താനുള്ള ഒരു പ്രധാന തന്ത്രം താഴെ പറയുന്നവയിൽ ഏതാണ്? കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണ് കേട്ടോ. വർക്ക്ഷീറ്റുകളെ മാത്രം ആശ്രയിക്കുക, പ്രായോഗിക പര്യവേഷണം നിരുത്സാഹപ്പെടുത്തുക, പ്രവർത്തനങ്ങൾ ശ്രവണ വ്യായാമങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുക, കളിമണ്ണ് പോലുള്ള സ്പർശിക്കുന്ന കലാവസ്തുക്കൾ ഉപയോഗിക്കുക. ഇവിടെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് വളർത്തേണ്ടത്. കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണ്. സോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറയുന്നത് കളിമണ്ണ് പോലുള്ള സ്പർശിക്കുന്ന കലാവസ്തുക്കൾ ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 10ാമത്തെ ചോദ്യം, ആത്മനിഷ്ഠ രീതി എന്നത് ഏത് മനഃശാസ്ത്ര പഠനത്തിന്റെ ഭാഗമാണ്? ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തഡ്. വ്യവഹാര മനഃശാസ്ത്രം, ധർമ്മ മനഃശാസ്ത്രം, ഘടനാ മനഃശാസ്ത്രം,
മാനവിക മനഃശാസ്ത്രം. ഏതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആത്മനിഷ്ഠ രീതി പഠിച്ചത്? ഘടനാ മനഃശാസ്ത്രം, സ്ട്രക്ചറലിസം. വില്യം വൂണ്ട് കൊണ്ടുവന്നിട്ടുള്ള മെത്തേഡായിരുന്നു അത്. 11ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോൾ? നിലവിൽ വന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നിയമത്തിന് അംഗീകാരം ലഭിക്കുന്നത് 2016 ഡിസംബറിലാണ്. പക്ഷെ ഈ ഒരു നിയമം നിലവിൽ വരുന്നത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് അവിടെ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിലവിൽ വന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏപ്രിൽ 19, 2017. 2017 ഏപ്രിൽ 19 നമ്മുടെ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. 12ാമത്തെ ചോദ്യം, അബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ശക്തി, നേട്ടം, കഴിവ് എന്നിവ ഒരു വ്യക്തിയുടെ ഏത് ആവശ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ശക്തി, നേട്ടം, കഴിവ്. ജൈവിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വ ആവശ്യം, ആദര സംബന്ധമായ ആവശ്യം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്ന ആവശ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സെൽഫ് എസ്റ്റീം നീഡ്സ് ആണ് അല്ലെ. നേടുക, കഴിവുകള്, അത് അംഗീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ആദര സംബന്ധമായിട്ടുള്ള ആവശ്യമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 13ാമത്തെ ചോദ്യം, അനിതയ്ക്ക് ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ളതിനാൽ സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ തുടരാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. താഴെ പറയുന്നവയിൽ ഏത് തന്ത്രമാണ് ആ കുട്ടിക്ക് സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സഹായിക്കുക? ADHD ഉള്ള കുട്ടിക്ക് ഇതിൽ ഏത് പ്രവർത്തനമാണ് കൂടുതൽ സഹായകരം? അവൾക്ക് കൂടുതൽ ഗൃഹപാഠം നൽകുക, ഇത്തരം പെരുമാറ്റ വൈകല്യങ്ങൾ അവഗണിക്കുക, ADHD ഉള്ള മറ്റു കുട്ടികളോടൊപ്പം അവളെ ഗ്രൂപ്പാക്കുക, അവളെ അധ്യാപികയുടെ അടുത്തിരുത്തൽ, ഹ്രസ്വവും വ്യക്തവുമായ ജോലികൾ നൽകൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 14ാമത്തെ ചോദ്യം, ഒരു അധ്യാപിക പൂവിന്റെ ഘടനയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുവാനായി ആദ്യം പൂവിനെ മുഴുവനായും കാണിച്ച ശേഷം അതിന്റെ ഓരോരോ ഭാഗങ്ങൾ വിവരിച്ചു നൽകി. ഈ ആശയം താഴെ പറയുന്നവയിൽ ഏത് പഠന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആദ്യം മുഴുവനായി കൊടുക്കുന്നു, പിന്നീട് ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് നമ്മൾ കാണുന്നത് എവിടെയാണ്? ജസ്റ്റാൾട്ട് പഠനം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 15ാമത്തെ ചോദ്യം, പഠനത്തെ ഒരു സാമൂഹിക പ്രവർത്തനമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഗ്രൂപ്പ് ചർച്ചകളും ടീം വർക്കുകളും പ്രോത്സാഹിപ്പിക്കുക, വ്യക്തിഗത പരീക്ഷകളിൽ മാത്രം ഊന്നൽ നൽകുക, സഹപാഠികളുടെ ഇടപെടൽ നിരുത്സാഹപ്പെടുത്തുക, ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രഭാഷണം മാത്രം നടത്തുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ? വളരെ ബേസ് ലെവലിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഗ്രൂപ്പ് ചർച്ചകളും ടീം വർക്കുകളും പ്രോത്സാഹിപ്പിക്കുക. 16ാമത്തെ ചോദ്യം, സാർവത്രിക വ്യാകരണം എന്ന ആശയം ആരുടേതാണ്? യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ളത് ആരുടെ കോൺസെപ്റ്റ് ആണ്? ബ്രൂണർ, വൈഗോട്സ്കി, ചോംസ്കി, ഓസുബൽ. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോം ചോംസ്കി ആണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ ഭൗതിക വികാസത്തിന്റെ ഏതു ഘട്ടത്തിലാണ് കുട്ടികൾ യഥാർത്ഥ വസ്തുക്കൾക്ക് പകരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്? ഇവിടെ യഥാർത്ഥ വസ്തുക്കൾക്ക് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? പ്രതീകങ്ങളാണ്. ചിത്രങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്നുള്ള രീതിയിൽ കുട്ടി മനസ്സിലാക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? പ്രതീകാത്മക ചിന്തനം നടത്തുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പഠന വൈകല്യത്തിന്റെ ഒരു സാധാരണ ലക്ഷണം അല്ലാത്തത്? വായിക്കുന്നതിലും എഴുതുന്നതിലുമുള്ള ബുദ്ധിമുട്ട്, ഗണിത ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, നടക്കുവാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട്, നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പഠന വൈകല്യം എന്ന് പറയുമ്പോൾ വായന, എഴുത്ത്, ഗണിതം, പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് വരിക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 19ാമത്തെ ചോദ്യം, മടിയൻ പ്രായം എന്നറിയപ്പെടുന്ന കാലഘട്ടം സാധാരണയായി ഏത് പ്രായ വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? സ്ലോപ്പി ഏജ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. സാധാരണഗതിയിൽ കളിപ്പാട്ടങ്ങളുടെ കാലം, അല്ലെങ്കിൽ സംഘബന്ധ കാലം, സംഘബന്ധ പൂർവ്വകാലം, ആത്മരതിയുടെ കാലഘട്ടം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ് മടിയൻ പ്രായം, അതായത് മാതാപിതാക്കള് കുട്ടികൾ കുറച്ച് മടിയന്മാരാണ് എന്നുള്ള ഒരു അഭിപ്രായം പറയുന്ന കാലഘട്ടമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ, നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഏത് കാലഘട്ടമായിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി വരുന്ന ആൻസർ. പിൽക്കാല ബാല്യം.
നമുക്കറിയാം പിൽക്കാല ബാല്യം എന്ന് പറയുമ്പോൾ അതെന്താണ്, ഗാങ് ഏജ് പീരിയഡ് ആണ് അല്ലെ. കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടി നടക്കുക, അവനവന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ എപ്പോഴും കളിച്ച് നടക്കുക, ഒന്നും പഠിക്കാതിരിക്കുക, വൃത്തിയില്ലാതിരിക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഏത് കാലഘട്ടത്തിലാണ്, പിൽക്കാല ബാല്യത്തിലാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ മാതാപിതാക്കൾ വിശേഷിപ്പിക്കുന്നതാണ് മടിയൻ പ്രായം അല്ലെങ്കിൽ സ്ലോപ്പി ഏജ് എന്നുള്ളത്. ഓക്കെ, മോസ്റ്റ് പ്രൊബബിളി വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഇതിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ചെറിയ മാറ്റം സംഭവിക്കാം. പക്ഷെ നമുക്ക് ബുക്കുകളുടെയും അതുപോലെ തന്നെ ചിന്തകന്മാരുടെ ഒക്കെ അഭിപ്രായത്തിൽ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ബി ആണ്. 20ാമത്തെ ചോദ്യം, പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം മണിയൊച്ച എന്തായി പരിണമിക്കുന്നു? അനുബന്ധനത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, മണിയും ഫുഡും തമ്മിൽ നമ്മളൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മണിയൊച്ച എന്ന് പറയുന്നത് എന്താണ്, അനുബന്ധിത പ്രതികരണം, അനുബന്ധിത ചോദകം, നിഷ്ക്രിയ ചോദകം, അനുബന്ധനം ചെയ്യാത്ത ചോദകം. ഏതാണ് ആൻസർ വരുന്നത്, അനുബന്ധിത ചോദകം. കണ്ടീഷനിങ്ങിന് ശേഷം മണിയൊച്ച കേട്ടാലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രതികരണം വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി. 21ാമത്തെ ചോദ്യം, ഭാഷയും ചിന്തയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വൈഗോട്സ്കിയുടെ ആശയത്തെ ഏറ്റവും നന്നായി ചിത്രീകരിക്കുന്നത് എന്താണ്? ഒരു കുട്ടി അർത്ഥമില്ലാത്ത പദങ്ങളിലൂടെ വാചാലനാകുന്നു. ഒരു മുതിർന്നയാൾ ചിത്രങ്ങളാൽ മാത്രം ചിന്തിക്കുന്നു. ഒരു പസിൽ പരിഹരിക്കുമ്പോൾ കുട്ടി സ്വയം സംസാരിക്കുന്നു. ഒരു കുട്ടി പദാവലി മനഃപ്പാടമാക്കി പഠിക്കുന്നു. ഇവിടെ ഭാഷയും ചിന്തയും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നതിന്റെ ഉദാഹരണം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. എന്താണ് ചെയ്യുന്നത്, ഒരു കുട്ടി പസില് സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അവനവനോട് തന്നെ സംസാരിക്കുന്നു. ആ കുട്ടിയുടെ തന്നെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വയം കേന്ദ്രീകൃത ഭാഷണം നടത്തുന്നത്. ഇനി 22ാമത്തെ ചോദ്യം, കുട്ടിക്കാലത്തെ വൈകാരിക വികാസത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഘടകം. ഇവിടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് കാലഘട്ടമാണ്, ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡ് എന്ന് പറയുമ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരുടെ വൈകാരിക വികാസത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആരായിരിക്കും, മാതാപിതാക്കളുടെ ഇടപെടലും പരിചരണവും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വീട്ടിലിരിക്കുന്ന സമയമാണ്. സോ വീട്ടിലെ ആളുകളുടെ പരിചരണവും അതുപോലെ തന്നെ ഇടപെടലുമാണ് അവന്റെ വൈകാരിക വികാസത്തെ സ്വാധീനിക്കുന്നത്. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗൃണപ്രബലനത്തിന് ഉദാഹരണം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഉദാഹരണം ഏതാണ്? ഗൃഹപാഠം ചെയ്യുന്നതിന് മിഠായി നൽകുക, മോശം പെരുമാറ്റത്തിന് സമയപരിധി നൽകുക, വൈകിയതിന് അധിക ഗൃഹപാഠം നൽകുക, നല്ല പെരുമാറ്റത്തിന് വീട്ടുജോലികൾ എടുത്തു കളയുക. നല്ലപോലെ നീ പെരുമാറിക്കഴിഞ്ഞാൽ, കുറുമ്പൊന്നും കാണിക്കാതെ ഇരുന്നാൽ നീ എന്ത് ചെയ്യണ്ട, വീട്ടുജോലികൾ ചെയ്യണ്ട. അപ്പൊ വീട്ടുജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി കുട്ടി എന്ത് ചെയ്യും, അനുസരിക്കും അല്ലെ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 23ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി. 24ാമത്തെ ചോദ്യം, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്തിനുള്ള ഉദാഹരണമാണ്? ടാറ്റ്, വാറ്റ്, കാറ്റ്, ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഏതുമായി ബന്ധപ്പെട്ടാണ്? പ്രക്ഷേപണ രീതി. വ്യക്തിത്വത്തെ കുറിച്ച് അറിയാനുള്ള ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. സോ 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. താഴെ പറയുന്നവയിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയല്ലാത്തത്? അപ്പൊ ചോദിച്ചിട്ടുള്ളത് ഏതായിരിക്കും? ടീച്ചർ സെന്റേർഡ് അപ്രോച്ചിന്റെ പ്രത്യേകതയാണ്. വ്യക്തിഗത പഠന പദ്ധതികൾ, ഒറ്റപ്പെട്ട വസ്തുതകൾ മനഃപ്പാടമാക്കൽ, സാമൂഹിക സഹകരണത്തിന് ഊന്നൽ നൽകുക, യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങളുടെ സംയോജനം. ആൻസർ വരുന്നത് ഏതാണ്? മനഃപ്പാടമാക്കൽ അല്ലെ. മനഃപ്പാടമാക്കുക എന്നുള്ളത് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റില്ല. 26ാമത്തെ ചോദ്യം, ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ ഓർമ്മ ഉൾപ്പെടുന്നത്, ഓർമ്മ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏതിന്റെ കീഴിലാണ് വരുന്നത്? ഉള്ളടക്കം, പ്രവർത്തനം, ഉൽപ്പന്നങ്ങൾ, യൂണിറ്റുകൾ. ഏതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? പ്രവർത്തനം അല്ലെ. ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം കാണുന്നത്. 27, പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായ രീതി ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ടേം അവസാനം നടത്തുന്ന സ്റ്റാൻഡേർഡ് പരീക്ഷ, വ്യക്തിഗതമാക്കിയ ഫീഡ്ബാക്കോട് കൂടിയ ആഴ്ച തോറുമുള്ള ക്വിസുകൾ, ദേശീയ നേട്ട പരീക്ഷ, അവസാന കോഴ്സ് ഗ്രേഡ്. ഇവിടെ ഏതാണ് ഫോർ ലേണിംഗ് ആയിട്ട് വരുന്നത്?
ഓപ്ഷൻ ബി ആണ് അല്ലെ. വ്യക്തിഗതമാക്കിയ ഫീഡ്ബാക്കോട് കൂടിയ ആഴ്ച തോറുമുള്ള ക്വിസുകൾ. ഇവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതിന്റെ ഭാഗത്താണ് വരുന്നത്? അസസ്മെന്റ് ഫോർ ലേണിംഗിന് വേണ്ടി നടത്തുന്നതാണ്. 28ാമത്തെ ചോദ്യം, പല സമൂഹങ്ങളിലും പെൺകുട്ടികൾക്ക് പിങ്ക്, ആൺകുട്ടികൾക്ക് നീല എന്നത് ഇനി പറയുന്നതിൽ ഏതിന്റെ ഉദാഹരണമാണ്? അല്ലെ, പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? പിങ്ക് നിറത്തിലുള്ള കുറെ സാധനങ്ങളാണ് മേടിക്കുക. ഇനി ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ നീല നിറത്തിലുള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് മേടിക്കുക. അപ്പൊ ഇവിടെ ഇത് ഏതിനുള്ള ഉദാഹരണമായിട്ടാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? ജീവശാസ്ത്രപരമായ ലിംഗവ്യത്യാസം, ലിംഗ നിഷ്പക്ഷ സാമൂഹികവൽക്കരണം, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ലിംഗ കോഡിംഗ്, ജനിതക നിർണയം. ഇവിടെ ഏതാണ് വരുന്നത്? ജെൻഡർ കോഡിംഗ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സ് അല്ലെ. നീല എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ നിറമാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള വസ്തുക്കൾ ആൺകുട്ടികൾക്കാണ്. അതെന്താണ്? ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ലിംഗ കോഡിംഗ് ആണ്. 28ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 29, ചങ്കിങ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രദ്ധ, ഓർമ്മ, ചിന്ത, വികാരം. ചങ്കിങ് എന്ന് പറയുന്നത് ഒരു നിമോണിക് ടെക്നിക്കാണ്. നിമോണിക് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി, ഓർമ്മ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനായി മാത്രം ഒരു കുട്ടി തന്റെ രക്ഷിതാക്കളെ അനുസരിക്കുന്നു. ശിക്ഷയെ ഭയന്നുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നു. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ഇത് സംഭവിക്കുന്നത് ഏത് പ്രായത്തിലാണ്? 9 വയസ്സിന് മുൻപ്, 10 മുതൽ 13 വയസ്സ് വരെ, 13 മുതൽ 14 വയസ്സ് വരെ, 14 വയസ്സിന് ശേഷം. ഇവിടെ നമ്മൾ കാണുന്നത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ആണ് അല്ലെ. പ്രാഗ് യാഥാസ്ഥിതിക സദാചാരഘട്ടം, അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഏതാണ്? 9 വയസ്സിന് മുൻപ്. 4 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉൾപ്പെടുന്നത്. സോ തന്നിട്ടുള്ളതിൽ നമുക്ക് ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഇത്തവണ കേട്ടറ്റ് കാറ്റഗറി 2 സൈക്കോളജി ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഇത്തവണ പരീക്ഷ ഭവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. പൊതുവെ കേട്ടറ്റ് 1ഉം കേട്ടറ്റ് 2ഉം നല്ല എളുപ്പമുള്ള പരീക്ഷകളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ എന്നുള്ളതും കൂടി ഒന്ന് പരിശോധിക്കുക. അധികം വൈകാതെ തന്നെ നമ്മുടെ പരീക്ഷാ ഭവൻ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ ചില കോൺസെപ്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.